സാധാരണ കോവിഡിന് ശേഷമുള്ള ഒരു വലിയ പ്രവണതയെന്ന് പറയുന്നത് ഓൺലൈനിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ മതി, താമസിച്ചുള്ള ധ്യാനത്തിന് വലിയ ആവശ്യം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളൊരു പ്രത്യേക ദുരന്തത്തിലൂടെ കടന്നു പോയപ്പോൾ മീഡിയ നമ്മളൊരു മാധ്യമമാക്കി മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ താമസിച്ച് ധ്യാനം കൂടുമ്പോൾ അത് വേറൊരു സ്വർഗീയമായൊരു അഭിഷേകമാണ്, സ്വർഗീയമായ ഇടപെടലാണ്. നമ്മുടേതായ പ്രവർത്തന മേഖലയിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി കർത്താവിൻ്റെ പാദാന്തികത്തിലായിരിക്കുക. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് റിട്രീറ്റ് എന്ന പദം, അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടൊരു പദമാണ്. ഇപ്പോൾ സാധാരണ യുദ്ധത്തിൽ യോദ്ധാക്കൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? തോക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, തോക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബറ്റാലിയൻ അവരുടെ പെർഫോമൻസ് ശരിയല്ല എന്ന് മനസ്സിലാക്കിയാൽ ബാക്കി എല്ലാ ബറ്റാലിയനെയും ഒന്ന് ക്രമപ്പെടുത്തിയിട്ട് അവരുടെ കമാൻഡർമാർ ഓർഡർ കൊടുക്കും. ആ വീക്കായിരിക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാത്ത, ശരിക്കും യുദ്ധം ചെയ്യാത്ത ആ പർട്ടിക്കുലർ ഗ്രൂപ്പിനോട് പറയും, നിങ്ങളുടെ സുരക്ഷിതമായ താവളത്തിലേക്ക് തിരിച്ചു വാ, റിട്ടേൺ ടു ദ ബേസ്, നിങ്ങളുടെ സുരക്ഷിതമായ താവളത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വാ. സ്നേഹമുള്ളവരെ, അവിടെ ശത്രുപക്ഷത്തിന് വലിയ അങ്കലാപ്പായിരിക്കും. പെട്ടെന്ന് സൈന്യത്തെ പിൻവലിച്ചിരിക്കുന്നത്, ഇതെന്താണ് സംഭവം? ബാക്കി എല്ലാ ബറ്റാലിയനെ സുശക്തമാക്കിയിട്ടാണ് ഒരു പർട്ടിക്കുലർ ബറ്റാലിയനെ അവർ പുറകോട്ട് പിൻവലിക്കുന്നത്. സ്നേഹമുള്ളവരെ, സ്വന്തം കമാൻഡർമാർ ഓർഡർ കൊടുത്തിട്ട് സൈന്യം പുറകോട്ട് പിൻവാങ്ങിയാൽ ഇത് തോറ്റ് തുന്നപ്പാടിയുള്ളൊരു പിൻവാങ്ങലാണോ? ഒരിക്കലുമല്ല. അപ്പോൾ ഇവിടെ എന്തിനാ ഇവർ ബേസിലോട്ട് വരുന്നത്? അവിടെ കിടന്നുറങ്ങാനായിട്ടല്ല. അവർ ബേസിലോട്ട് വരുന്നത് കരുത്താർജിച്ച്, ശക്തിയാർജിച്ച്, പുതിയ യുദ്ധതന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കി, ശത്രുപക്ഷം പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പൂർവ്വ കരുത്തോടെ അവരെ തകർക്കാനാണ്. ഇതെന്തിനിപ്പോൾ ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഓരോ ധ്യാനവും നമ്മൾ മനസ്സിലാക്കുക, ശരിക്കും റിട്ടേൺ ടു ദ ബേസ്. നമ്മുടെ തിരക്കേറിയ ജീവിത സാഹചര്യമാകുന്ന, കുടുംബമാകുന്ന, ജോലിയാകുന്ന, പ്രവർത്തന മേഖലകളാകുന്ന ആ യുദ്ധമുന്നണിയിൽ നിന്ന് നമ്മൾ ധ്യാനകേന്ദ്രമാകുന്ന ആ ബേസിലിരുന്ന് കരുത്താർജിച്ച്, ശക്തിയാർജിച്ച് നമ്മളവിടെ ചടഞ്ഞുകൂടിയിരിക്കുവല്ല. നമ്മളവിടുന്ന് പവർ സ്വീകരിച്ച്, ശക്തി സ്വീകരിച്ച് നമ്മുടെ പ്രവർത്തന മേഖലകളാകുന്ന യുദ്ധമുന്നണിയിലേക്ക് പോകുക. ഈ യുദ്ധമുന്നണിയിലേക്ക് പോകുന്ന നമുക്കൊരൊറ്റ ദൗത്യമേ ഉള്ളൂ. എന്താണ്? ശത്രുവിനെ തകർക്കുക, അവനെ നശിപ്പിക്കുക, അവനെ ഉന്മൂലനം ചെയ്യുക, അവനെ നാമാവിശേഷമാക്കുക. ചിലരെങ്കിലും ഓർക്കും, ദൈവമേ, കണ്ടത്തിപ്പറമ്പിലച്ചനെ പറ്റി സാധാരണ നമ്മൾ ലൂക്കാ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ 27 മുതലുള്ള വചനത്തിൽ നമ്മൾ ഒത്തിരി ധ്യാനിച്ചിട്ടുള്ള, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ദോഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തേണ്ടറ ഇന്ന് രാവിലെ, അല്ലെങ്കിൽ ഇന്ന് അമേരിക്കക്കാർക്ക് ഇന്ന് വൈകുന്നേരമാണല്ലോ, വൈകുന്നേരം ഇതെന്താ പറയുന്നത്? ശത്രുവിനെ തകർക്കുക, അവനെ നശിപ്പിക്കുക, അവനെ ഉന്മൂലനം ചെയ്യുക. സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തിൽ ആരാ നമ്മുടെ ശത്രു? അതായത് നമ്മൾ പല രീതിയിലും പറയും, കൊമ്പുള്ള, വാലുള്ള, അല്ലെങ്കിൽ പല പേരിലും രൂപത്തിലും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതായത് ജീവിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുവാൻ, ആ ജീവിക്കുന്ന ദൈവത്തെ ഈ ലോകത്തിന് കൊടുക്കാൻ, എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ, എൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കാൻ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ആ അടിമത്തത്തിൻ്റെ കോട്ടയെ തകർക്കാൻ എനിക്ക് സാധിക്കണം. ഈ ശത്രുവിനെതിരെയാണ്, ഈ തിന്മയ്ക്കെതിരെയാണ് ദൈവസ്നേഹം അനുഭവിക്കുവാൻ, ഈ ജീവിക്കുന്ന ദൈവത്തെ കൊടുക്കാൻ, എൻ്റെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന തിന്മയെ വെറുത്തുപേക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടേതായ ജീവിത സാഹചര്യത്തിൽ നിന്ന്, പ്രവർത്തന മേഖലയിൽ നിന്ന്, നമ്മുടേതായ തിരക്ക് പിടിച്ച ആ ജോലി സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരു ആലയത്തിൽ ഒരുമിച്ച് കൂടി ആ ബേസിലിരുന്ന് കരുത്താർജിക്കണം. അതുകൊണ്ടാണല്ലോ 3-ാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട പൗലോസ്ലീഹ വേദനയോടെ പറയുകയാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 7-ാം അധ്യായത്തിലെ 19-ാം വചനത്തിൽ പൗലോസ്ലീഹ എന്താ പറയുന്നത്? ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത
തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. കർത്താവേ, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയേക്കാൾ ഉപരിയായി ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത തിന്മയുടെ അടിമയായിട്ട് പോവുക. അപ്പോൾ ഈ അടിമത്തത്തിനെതിരെയാണ്, ഈ തിന്മയ്ക്കെതിരെയാണ്, ഈ അന്ധകാര ശക്തിക്കെതിരെയാണ് നമ്മൾ പടവെട്ടുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈശോ അടിവരട്ട് പറയുന്നുണ്ട്, ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമേ നമുക്ക് ഈ തിന്മയുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കൂ, ഈ അന്ധകാര ശക്തിയുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കൂ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന, നമ്മുടെ യുവജനങ്ങൾ നേരിടുന്ന, ജീവിത പങ്കാളി നേരിടുന്ന, നമ്മുടെ പ്രിയപ്പെട്ടവരെ നേരിടുന്ന ഈ തിന്മയുടെ മേഖലകളിൽ വിജയം വരിക്കുവാൻ, ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കുവാൻ, ജഡത്തിൻ്റെ മേൽ വിജയം വരിക്കുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുധം എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നേടാൻ സാധിക്കും, അടിമത്തത്തിൻ്റെ കോട്ടകൾ തകർക്കാൻ സാധിക്കും, ദൈവ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ സാധിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 6:12 നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുക. നമ്മൾ സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യേണ്ടതിൻ്റെ ഒരു സമയമാണ്. ഇത് കേട്ടിട്ടൊരു പ്രാവശ്യം ഒരു സഹോദരനോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, വചനത്തിൽ അടിവരിട്ട് പറയുക, നമ്മൾ അച്ഛന്മാർക്ക്, മെത്രാന്മാർക്ക്, മെത്രാസന മന്ദിരത്തിന്, സഭയ്ക്ക് ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. കാരണം ഒരു സാധാരണ വ്യക്തിയെ അന്ധകാരശക്തി അടിമപ്പെടുത്തിയാൽ അവനെയും കൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. പക്ഷേ ശുശ്രൂഷ മേഖലയിലുള്ള അല്ലെങ്കിൽ സഭയുടെ തലപ്പത്തുള്ള ഒരു വ്യക്തി അന്ധകാരശക്തി അടിമപ്പെടുത്തിയാൽ അനേകരെ അവനിലൂടെ അന്ധകാരശക്തിക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ എന്താ ഇങ്ങനെ ഒരു ബോധ്യം? അത് ഇന്ന് വിശുദ്ധ ബലിയിൽ വായിച്ചത് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 6-ാം അധ്യായമില്ലേ, അതായത് സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മ. ഉടനെ പുള്ളിയുടെ മനസ്സിൽ കയറിയത് മെത്രാന്മാരും മെത്രാസന മന്ദിരവും ഒക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ ആര് വസിക്കുന്ന ഇടമാ സ്വർഗം, അത് കർത്താവ് വസിക്കുന്ന ഇടമാ സ്വർഗം. ഈ കർത്താവ് ഈ ദിവ്യകാരുണ്യത്തിൽ വസിച്ചാൽ മതിയോ? കർത്താവ് ദേവാലയത്തിൽ വസിച്ചാൽ മതിയോ? കർത്താവ് യഥാർത്ഥത്തിൽ വസിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. അപ്പോൾ ഈശോ വസിക്കുന്ന ഇടമാണ് സ്വർഗീയ ഇടം. അപ്പോൾ ഈശോ എൻ്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ എൻ്റെ ഹൃദയം എന്തായിട്ട് മാറും? സ്വർഗീയ ഇടമായിട്ട് മാറും. സ്നേഹമുള്ളവരെ, ഈ സ്വർഗീയ ഇടം ആകേണ്ട എൻ്റെ ഹൃദയത്തിൽ അന്ധകാരശക്തി നിറയുമ്പോൾ, തിന്മ നിറയുമ്പോൾ, പാപം നിറയുമ്പോൾ ശരിക്കും നമ്മൾ അന്ധകാരത്തിൻ്റെ അടിമത്തത്തിലാണ്. ഈ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാനാണ് പൗലോസ്ലീഹ നമ്മളെ ഉത്ബോധിപ്പിച്ചത്. പൗലോസ്ലീഹ ഇത് വെറുതെ പറഞ്ഞതല്ല. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗമുണ്ടല്ലോ, മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 21 മുതലുള്ള വചനം. അവിടെ ഈശോ അടിവരയിട്ട് എന്താ പറയുന്നത്? എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, കർത്താവ് തന്ന ഈ ബോധ്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയ്ക്കെതിരെ, അന്ധകാര ശക്തിക്കെതിരെ, പാപകരമായ ജീവിതത്തിനെതിരെ, അടിമത്തത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്തത്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു തപസ് ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ താമസിച്ചുള്ളൊരു ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ പ്രവർത്തന മേഖലയിൽ നിന്നെല്ലാം മാറി നമ്മുടെ ധ്യാനമാകുന്ന കർത്താവിൻ്റെ പാദാന്തികത്തിൽ, ആ ബേസിൽ ഇരുന്ന് നമ്മൾ ശക്തി ആർജിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള തിന്മയെ അതിജീവിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ യുവതി യുവാക്കളിലുള്ള അന്ധകാര ശക്തിയുടെ മേൽ വിജയം വരിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അറിയാതെ കടന്നുകൂടിയിരിക്കുന്ന തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുവാൻ കർത്താവ് നമുക്ക് തരുന്ന അവസരമാണ്. കർത്താവേ, നിൻ്റെ കൂടെ ആയിരിക്കുവാൻ,
നിൻ്റെ മഹത്വം ദർശിക്കുവാൻ, നിൻ്റെ സ്നേഹം, നിൻ്റെ കരുതൽ, നിൻ്റെ പരിപാലന അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ കർത്താവേ, നീ ഞങ്ങളെ ഏറ്റവും മനോഹരമായിട്ടാണ് രൂപപ്പെടുത്തിയത്. നിൻ്റെ രൂപവും ഭാവവും ഞങ്ങൾക്ക് നൽകി. എൻ്റെ ആ കർത്താവിൻ്റെ ആ ഹൃദയമാണ് എനിക്ക് നൽകിയത്. ആ നന്മയാണ് എനിക്ക് നൽകിയത്. ആ നന്മയെ അന്ധകാര ശക്തി കീഴ്പ്പെടുത്തിയെങ്കിൽ അതിൻ്റെ മേൽ വിജയം വരിക്കാൻ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വിജയം വരിക്കാൻ, യേശു എൻ്റെ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനുമായി വാസമുറപ്പിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയെയും തിന്മയുടെ സ്വാധീനത്തെയും വെറുത്തൊഴിപ്പിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.